ആരോപണം തന്നെ. ശുഐബ് അലൈഹിസ്സലാം മദീനയിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാനായ നബിയെ സംബന്ധിച്ച് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ ആരോപണം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ പറയുന്നു, ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്. ശത്രുക്കൾ പറഞ്ഞതാ, ശുഐബ് നബിയെ നിങ്ങൾ നല്ലോണം ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള മനുഷ്യനാണല്ലോ എന്ന് ജനങ്ങൾ ശുഐബ് നബിയോട് പറഞ്ഞു. അത് പ്രശംസിച്ച് പറഞ്ഞതല്ല, ബുദ്ധിയില്ല തന്റെ ഇടല്ല എന്ന് പറയാനാ പറയണത്. അങ്ങനെയാണല്ലോ, നല്ല ബുദ്ധിയുള്ള അഭിപ്രായമാണെന്ന് പറയില്ലേ മണ്ടത്തരം പറഞ്ഞാൽ. അതിനർത്ഥം എന്താ? ബുദ്ധിയില്ല തന്നെയാണ്. അങ്ങനെ ശുഐബ് നബിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അല്ലാഹു തആല ഗുരുതരമായിട്ടാണല്ലോ അല്ലാഹു അതിനെ ചർച്ച ചെയ്തത്. തന്നെയുമല്ല, അബൂജഹലിന്റെ വിഷയത്തിൽ ഇറക്കിയ ആയത്ത് ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, നരകത്തിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് പറഞ്ഞയക്കുമ്പോ അള്ളാഹു അബൂജഹലിനോടും പറയുന്നത്, അബൂജഹലെ ദുഖ്, ഈ ശിക്ഷ നീ ആസ്വദിച്ചോ. ഇന്നക അൻതൽ അസീസുൽ കരീം, നീ നല്ല മാന്യനും അഭിമാനിയുമാണല്ലോ അബൂജഹലെ, അതുകൊണ്ട് അനുഭവിച്ചോ. അർത്ഥം നിനക്ക് മാന്യതല്ല, നിനക്ക് അഭിമാനവുമില്ല എന്നാണ് അവിടെ അർത്ഥം. ഇങ്ങനെയൊക്കെ അറബ് ഭാഷയിൽ, ഏത് ഭാഷയിലും തൗരീത്ത്, നമ്മളതിനെന്താ പറയാം, ഇംഗ്ലീഷിൽ അതിന് പറയുമല്ലോ ഡ്വൽ മീനിങ് ഉള്ള വിഷയങ്ങൾ അല്ലേ, അങ്ങനല്ല ഗ്രാമർ നമ്മുടെ മെറ്റഫറായിട്ട് പറയില്ലേ, എന്താ പറയല്ലേ, ഏത് ഭാഷയിലുണ്ട്. ഏറ്റവും ഗുരുതരമായൊരു വിഷയം മറിയം റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച്, മറിയം ബീവിയെ സംബന്ധിച്ച് മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗർഭം ധരിച്ചപ്പോ ജൂതന്മാരായ ആളുകൾ മറിയം ബീവിയെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? അവര് പറഞ്ഞത് യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ഹാറൂനിന്റെ സഹോദരിയെ, ഹാറൂൻ എന്ന മഹാന്റെ പരമ്പരയിൽ വരുന്നവളെ, മാ കാന അബൂകി ഇംറഅ സൗഇൻ, നിങ്ങളുടെ പിതാവ് തിന്മ ചെയ്യുന്ന, വ്യഭിചരിക്കുന്ന ആളായിരുന്നില്ലല്ലോ. വമാ കാനത് ഉമ്മുകി ബഗിയ, മറിയമേ നിങ്ങളുടെ ഉമ്മ ഹന്നത്ത് ബീവിയും വ്യഭിചരിക്കുന്നവളായിരുന്നില്ലല്ലോ എന്ന് മറിയം ബീവിയോട് ജൂതന്മാർ പറഞ്ഞു. അവിടുത്തെ ആളുകൾ ആരോപണം ഉന്നയിച്ചു. എന്താ പറഞ്ഞത്? ഇതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? മറിയം ബീവി നിങ്ങൾ വ്യഭിചരിച്ചു നേരിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് നിങ്ങളുടെ വാപ്പ മോശക്കാരനായിരുന്നില്ലല്ലോ മറിയമേ, നിങ്ങളുടെ ഉമ്മയും മോശക്കാരിയായിരുന്നില്ലല്ലോ. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു എന്താ പറയുന്നത്? وبكفرهم وقولهم على مريم بهتانا عظيما. അല്ലാഹു ജൂതന്മാരെ ശപിക്കാനുണ്ടായ കാരണം ഒന്നവരുടെ അവിശ്വാസമാണ്. മറ്റൊന്ന് വഖൗലിഹിം അലാ മറിയമ, മറിയം ബീവിയെ കുറിച്ച് അവർ പറഞ്ഞല്ലോ ബുഹ്താനൻ അദീമാ, ഗുരുതരമായ ഒരു പച്ചക്കള്ളം മറിയം ബീവിയിൽ അവർ ആരോപിച്ചുവല്ലോ. ഈസ നബി അലൈഹിസ്സലാം വ്യഭിചാര സന്തതിയാണെന്നാ ജൂതന്മാർ പറഞ്ഞത്. ക്രിസ്ത്യാനികൾ പറഞ്ഞു അല്ല, ദൈവത്തിന്റെ നേർക്കുനേറുള്ള പുത്രനാണ് എന്ന്. നഹ്നു ഉമ്മത്തുൻ വസത്ത്, നമ്മൾ അതിന്റെ ഇടയില. വ്യഭിചാര പുത്രനല്ല, അള്ളാന്റെ മകനുമല്ല, റസൂലുൻ കരീം, അള്ളാഹുവിന്റെ ദൂതനാണ്, അത്ഭുതകരമായി ജന്മം കിട്ടിയ മഹാനാണ്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മറ്റു രണ്ടും എക്സ്ട്രീം എൻഡുകളാണ്. ഒന്ന് അള്ളാന്റെ പുത്രനാണെന്ന് പറഞ്ഞു അന്ന് പൊക്കിക്കളഞ്ഞു. ഇവരാണെങ്കിലും അങ്ങോട്ട് താഴ്ത്തിയിട്ട് ഇത് വ്യഭിചാര സന്തതി എന്നും പറഞ്ഞു ജൂതന്മാർ. അവർ പറഞ്ഞ വാക്ക് ഇതാണ്. ഖുർആനിൽ ഒരിടത്തും മറിയമേ നീ വ്യഭിചരിച്ചു എന്നൊരു പ്രയോഗം നടത്തിയത് ഖുർആൻ ഉദ്ധരിച്ചിട്ടില്ല. പറഞ്ഞ വാക്ക് ഇതാണ്, നിന്റെ വാപ്പ മോശക്കാരനല്ലല്ലോ മറിയമേ, നിന്റെ ഉമ്മയും മോശക്കാരി അല്ലല്ലോ. ഇത് പറഞ്ഞതിന് അല്ലാഹു എന്താ പറഞ്ഞത്? ബുഹ്താനൻ അദീമാ. മറിയം ബീവിയെ കുറിച്ച് അവർ എന്ത് ആരോപണം ഉന്നയിച്ചു? വല്ലതും നേർക്കുനേരെ പറഞ്ഞോ? ഇല്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ മോശക്കാരി തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയുന്നത്, അങ്ങനെ അല്ലാഹു തആല മറിയം ബീവിയെ സംബന്ധിച്ച് പറഞ്ഞ വിഷയങ്ങളിൽ, ശുഐബ് നബിയെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ, അബൂജഹലിനെ സംബന്ധിച്ചുള്ള പരാമർശത്തിലൊക്കെയും ഇതുപോലെയുള്ള വ്യംഗ്യമായ പ്രയോഗങ്ങൾ നേർക്കുനേരെ പറയുന്നതിന് തുല്യം തന്നെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു കർക്കശമായി തന്നെ പറഞ്ഞു, വ്യഭിചാരാരോപണം നേർക്കുനേരെ പരസ്യമായി പറഞ്ഞാലും വ്യംഗ്യമായി പറഞ്ഞാലും ശിക്ഷ തന്നെ, രണ്ടിനും ശിക്ഷയുണ്ട്. സുബ്ഹാനല്ലാഹ്.
വ്യഭിചാര ആരോപണം നടത്തിയത് ഒരാളെ സംബന്ധിച്ചാണ്, രണ്ടാളെ കുറിച്ചാണ്, മൂന്നാളെ കുറിച്ചാണ്. ആള് ഏറുന്നതിനനുസരിച്ച് 80 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമോ? രണ്ടാളാകുമ്പോ 80 2ആക്കിയിട്ട് 160 അടി അടിക്കേണ്ടി വരുമോ? മൂന്നാളാകുമ്പോ പിന്നൊരു 80 കൂട്ടിയിട്ട് 240 ആക്കേണ്ടി വരുമോ? അങ്ങനല്ല, അങ്ങനെ ഉണ്ടാവില്ല. വ്യഭിചാര ആരോപണം അത് 10 ആളെ സംബന്ധിച്ച് പറഞ്ഞാലും അതിന് ശിക്ഷ ഒന്ന് തന്നെയാ. പക്ഷേ ഒരു നേരത്ത് പറഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഒന്ന് പറഞ്ഞു, അതിന് വേറെ ഉണ്ടാവും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു വിഷയം എത്തുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ വഹയിന്റെ കാരണങ്ങളായി സംഭവിച്ച സംഭവങ്ങൾ വരാൻ പോകുന്നു. അതിന്റെ ഒരു ഭാഗം ഇതാണ്. ഹിലാൽ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം തന്റെ ഭാര്യ ശരീഖ് ഇബ്നു സഹ്മാ എന്ന് പറയുന്ന ഒരാളുമായി വ്യഭിചരിച്ചത് കണ്ണുകൊണ്ട് കണ്ടു. അദ്ദേഹത്തിന്റെ കാതുകൊണ്ട് അവരുടെ സംസാരം കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് ഓടി വരികയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യ ശരീഖ് ഇബ്നു സഹ്മാഉമായി വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു നബിയേ. അവരുടെ സംസാരം ഞാൻ എന്റെ കാതുകൊണ്ട് കേൾക്കുകയും ചെയ്തു നബിയേ. അതുകൊണ്ട് ഹബീബായ നബിയെ ഞാൻ എന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞു, വലം യഅ്തൂ ബി അർബഅതി